ലോകത്തെ മുൾമുനയിൽ നിർത്തി ആ വമ്പൻ രാജ്യം ഒടുവിൽ തങ്ങളുടെ പണി തുടങ്ങിയിരിക്കുകയാണ്. പസഫിക് സമുദ്രത്തിന് മുകളിലൂടെ ചൈന നടത്തിയ ആണവശേഷിയുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ആഗോളതലത്തിൽ വലിയ അപായം മണിയാണ് മുഴക്കിയിരിക്കുന്നത്. ഇതിനു പിന്നാലെ അമേരിക്ക അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. തികച്ചും രഹസ്യവും അപകടകരവുമായിട്ടുള്ള രീതിയിൽ ചൈന തങ്ങളുടെ ആണവായുധ ശേഖരം വർദ്ധിപ്പിക്കുന്നതിനെ അതീവ ഗൗരവത്തോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ചൈന ഈ മിസൈൽ പരീക്ഷണം നടത്തിയത്. സാധാരണ സൈനിക അഭ്യാസത്തിന്റെ ഭാഗമായിട്ടാണ് ഇതെന്ന് ബീജിംഗ് അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അന്തർവാഹിനിയിൽ നിന്നാണ് ഈ മിസൈൽ കുതിച്ചുയർന്നത് എന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നത്. തെക്കൻ പസഫിക്കിലെ സോളമൻ ദ്വീപുകൾക്ക് സമീപമാണ് ഈ മിസൈൽ വന്ന് പതിച്ചത്. ചൈനയുടെ ഈ നീക്കത്തിനെതിരെ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത്. ആഗോളതലത്തിൽ ആണവ വ്യാപനം തടയാൻ അമേരിക്ക കഠിനമായി ശ്രമിക്കുമ്പോൾ ചൈന നേരെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് US വക്താവ് ടോമി പിഗോട്ട് വ്യക്തമാക്കി. ചൈനയുടെ ഈ അതാര്യമായിട്ടുള്ള ആണവ ശാക്തീകരണം മേഖലയ്ക്കും ലോകത്തിനും വലിയ ഭീഷണിയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. വെറും ഒരു സാധാരണ പരീക്ഷണമല്ല ഇത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ ചൈന നടത്തുന്ന രണ്ടാമത്തെ പരീക്ഷണമാണത്. 2024 മുൻപ് കഴിഞ്ഞ 4 പതിറ്റാണ്ടുകളിലേറെയായി ചൈന പസഫിക് സമുദ്രത്തിലേക്ക് ഇത്തരം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ പരസ്യമായി വിക്ഷേപിച്ചിരുന്നില്ല. ഏഷ്യൻ അതിരുകൾക്കപ്പുറം അമേരിക്കയുടെ പ്രധാന ഭൂപ്രദേശങ്ങളെ പോലും തകർക്കാൻ ശേഷിയുള്ള ആയുധങ്ങളാണ് ബീജിംഗ് വികസിപ്പിക്കുന്നത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവാണ് ഈ പുതിയ വിക്ഷേപണം. സമുദ്രത്തിൽ നിന്നുള്ള ചൈനയുടെ ഈ ആണവ മുന്നേറ്റം തന്ത്രപ്രധാനമായിട്ടുള്ള വലിയൊരു കുതിച്ചുചാട്ടമായിട്ടാണ് സൈനിക വിദഗ്ധർ കാണുന്നത്. ഈ വിക്ഷേപണം ഇൻഡോ പസഫിക് മേഖലയിലാകെ വലിയ ഭീതി പടർത്തിയിട്ടുണ്ട്. പരീക്ഷണത്തിന് തൊട്ടു മുൻപ് അറിയിപ്പ് ലഭിച്ചെങ്കിലും ജപ്പാനും ന്യൂസിലാൻഡും കടുത്ത ആശങ്കയാണ് രേഖപ്പെടുത്തിയത്. മേഖലയുടെ സ്ഥിരതയെ തകർക്കുന്നതാണ് ചൈനയുടെ ഈ നടപടിയെന്ന് ഓസ്ട്രേലിയ തുറന്നടിച്ചു. കൗതുകകരമായിട്ടുള്ള കാര്യം, ഓസ്ട്രേലിയയും ഫിജിയും ഒരു പുതിയ പ്രതിരോധ കരാറിൽ ഒപ്പുവെക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ചൈന ഈ ശക്തി പ്രകടനം നടത്തിയത് എന്നതാണ്. റഷ്യയുമായിട്ടുള്ള ന്യൂ സ്റ്റാർട്ട് ആയുധ നിയന്ത്രണ കരാർ ഈ വർഷം ആദ്യം കാലഹരണപ്പെടാൻ അമേരിക്ക അനുവദിച്ചിരുന്നു. ചൈനയെ കൂടി ഇത്തരം കരാറുകളിൽ ഉൾപ്പെടുത്തണമെന്ന അമേരിക്കയുടെ കർശന നിലപാടാണ് ഇതിന് കാരണം. എന്നാൽ ഈ പരീക്ഷണത്തെ ന്യായീകരിച്ച് ചൈനയുടെ അടുത്ത സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യ രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് ചൈനയുടെ പരമാധികാര അവകാശമാണെന്നാണ് മോസ്കോയുടെ വാദം. സ്വന്തം ആയുധബലം കാട്ടി ലോകത്തെ ഭയപ്പെടുത്താമെന്നാണ് ചൈന കരുതുന്നത്. ചൈനയുടെ ഈ അപ്രതീക്ഷിതവും രഹസ്യവുമായിട്ടുള്ള സൈനിക നീക്കങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾക്കും പസഫിക് മേഖലയ്ക്കും വലിയൊരു മുന്നറിയിപ്പാണ് നൽകുന്നത്. സമാധാനത്തിന്റെ മുഖംമൂടി അണിഞ്ഞ ചൈന നടത്തുന്ന ഈ ആയുധ വേട്ടയെ ചെറുക്കാൻ ജനാധിപത്യ രാജ്യങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന സന്ദേശമാണ് പസഫിക്കിലെ ഈ മിസൈൽ പരീക്ഷണം അടിവരയിട്ടത്.